നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം ആരിഫ് ഹുസൈൻ ആണ്. ആരിഫ് ഹുസൈൻ ലണ്ടനിൽ സ്പീക്കേഴ്സ് കോർണർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഡിബേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് ആരിഫ് ഹുസൈൻ ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: സ്വന്തം മാതാവിന്റെ കൂടെ കിടക്കാം, അതുപോലെ തന്നെ സ്വന്തം മകളെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയത്ത് ഖുർആനിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നടന്ന സംവാദത്തിൽ ആരിഫിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഖുർആനിൽ എവിടെയാണ് അങ്ങനെ ഒരു വചനം ഉള്ളത്, ഏത് ആയത്താണ് എന്നുള്ളത് ആരിഫിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരിഫിന് മറുപടി നൽകാൻ കഴിയാതിരിക്കും. ആരിഫ് ഒരുപാട് തവണ മൊബൈലിൽ തപ്പുകയും ഒരുപാട് സമയം ആരിഫ് ഹുസൈന് വേണ്ടിയിട്ട് അവർ കൊടുത്തു. പക്ഷേ എന്നിട്ടും ആരിഫ് ഹുസൈന് ആ തെളിവോടെ കാണിക്കാൻ കഴിഞ്ഞില്ല. ആരിഫ് അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഡിബേറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്, അതിന്റെ ഒരു മലയാളം ടൈറ്റിൽ കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് അതിനനുസരിച്ച് സംസാരിക്കാം. Why sleeping with one's mother is wrong? He keeps saying science says that. Science doesn't say anything about sleeping with one's mother. Science has nothing to say with sleeping with one's mother. Science simply says if you sleep with a human being, another human being, this will happen. That will happen. So why wait. It doesn't. I didn't interrupt you. It doesn't say why it's wrong or why it's right. It doesn't say that. So science is not his defense. He has no answer. The conclusion is he has no answer. Second point he raised: your Quran says you can sleep with your child. If the your Quran. Wait. You when you marry, you sleep. Do you have a wife? No, do you have a wife? Do you have a wife? Do you sleep with her? Do you sleep with her? Okay, clearly you sleep with your wife, right? If you're married. So he claimed the Quran says you can marry your child, right? I want him to now, if you are fair, everyone listening, I want him to pull out the ayah from the Quran, the verse where it says you can marry your child. See, ഇവിടെ സയൻസ് എന്താണ് പറയുന്നത്? ഒരു ഹ്യൂമൻ ബീയിങ് ആണെന്നുണ്ടെങ്കിലും അനിമൽ ബീയിങ് ആണെന്നുണ്ടെങ്കിലും സെക്ഷലി നമ്മൾ ഇന്റർകോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവിടെ കുട്ടികൾ ഉണ്ടാവുന്ന കാര്യം അത് ഏതൊരാൾക്കും അറിയാവുന്നതാണ്. അത് സയൻസും അതുപോലെ തന്നെ ഇസ്ലാമുമായിട്ട് അതിനകത്ത് കൂട്ടിക്കലർത്തേണ്ട ഒരു ആവശ്യമില്ല. ആ ഒരു പ്രസ്താവനയോട് യോജിക്കുന്നില്ല. സയൻസ് പ്യൂർലി സയൻസ് ആണ്. സയൻസിൽ നിന്നും എൻ്റർലി ഡിഫറെന്റ് ആണ് റിലീജിയൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബിലീഫ്സ് ആണല്ലോ, നമ്മളെ ഓരോരോ ബിലീഫ്സും നമ്മുടെ എത്തിക്സ് ആണല്ലോ. അപ്പോ സയൻസും ഇതുമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. നമുക്ക് എന്തായാലും ആരിഫിനോട് ചോദിക്കുന്ന ആ ചോദ്യം കണ്ടു നോക്കാം. ഇവിടെ ആരിഫ് പറയുന്നുണ്ട്, ആയത്ത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. If he does not pull that out, then know that this guy is not only a lame Zionist, a lame BJP apologist, he's a liar also, like the BJP propagandists and all the Zionist scumbags. He's a liar. He's a liar who's lying upon our faith, because they can do nothing but lie. And today is his exposure day. All the Muslims of India, spread this. This is janazah for this guy who claims things online, and when he's faced with challenges, he has nothing. He's going to pull out the ayah from the Quran now and time up. Time up. It's your time. ഈ ചങ്ങായിന്റെ ജനാസയാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നിങ്ങൾ എല്ലായിടത്തും ഇത് സ്പ്രെഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ജനാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ച ശേഷം നമ്മുടെ മൃതശരീരത്തെയാണ് ജനാസ എന്ന് പറയുന്നത്. എന്താലേ ആരിഫ് ഹുസൈൻ അതിനിടയ്ക്ക് പറയുന്നുണ്ട്, ഐ എം ടേക്കിംഗ് ദ വേഴ്സ്, ഞാൻ ആ വചനം എടുക്കുകയാണെന്ന് ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ആ വചനം ആരിഫ് ഹുസൈൻ കാണിക്കോ ഇല്ലേ എന്നുള്ള കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര കല്യാണങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ടാവും, എത്ര അച്ഛന്മാരും എത്ര വാപ്പന്മാരും സ്വന്തം മക്കളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും നമ്മുടെ കേരളത്തിൽ തന്നെ. ഇന്ത്യ വേണ്ട, നമ്മുടെ കേരളത്തിൽ തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊരു സുഖാലേ, മക്കളെ കെട്ടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എല്ലാ അച്ഛന്മാർക്കും അല്ലെങ്കിൽ പിതാക്കന്മാർക്കും സ്വന്തം മകളെ അങ്ങ് കല്യാണം കഴിച്ചാൽ മതിയല്ലോ. I'm taking the words. Start this time. 2 minutes. No, just When you make a claim, you should have the verse on your fingertips. You should know the verse. Yes, look at his notes. 1 second. Start this time. Started already, yeah? 1 minute. No. It's not. Let me take the words, then you can start the time. Okay. Now I knew why he didn't want to debate. He doesn't. This is why these people don't want to debate. They know when faced with Muslims who study their faith, 1 minute, they have nothing but embarrassment. He doesn't even know science. He doesn't know philosophy. He doesn't know why he's ex-Muslim. He doesn't even know anything about Islam. ആരിഫ് ഹുസൈന് സയൻസ് അറിയില്ല, ഫിലോസഫി അറിയില്ല, എക്സ് മുസ്ലിംസ് അറിയില്ല, ഇസ്ലാമും അറിയില്ല എന്നാണ് ആരിഫുമായിട്ട് ഡിബേറ്റ് ചെയ്യുന്ന ആ അദ്നാൻ എന്ന് പറയുന്ന ആള് പറയുന്നത്. Because he claimed the Quran says you can marry your child. I want that verse. The Quran saying you can marry your child. I want that verse now.
now. 30 seconds left. Or apologize to all the Indian Muslims. We got it before. All the Indian Muslims in India, you have been demonizing and dehumanizing. Apologize to them. Say, I am sorry. ഐ വാണ്ട് ദ വേഴ്സ് നൗ എന്നാണ് ആ ഡിബേറ്റ് ചെയ്യുന്ന അദ്നാൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളുടെ അടുത്തും ഈ മാപ്പ് പറയണമെന്നാണ് ഈ അദ്നാൻ എന്ന് പറയുന്ന വ്യക്തി ആരിഫ് ഹുസൈന്റെ അടുത്ത് പറയുന്നത്. Oh Muslims, I am a fool, I'm an idiot, I'm a Zionist, that's why I'm an idiot. I'm sorry. Okay, your time is up. Yeah. Adnan, your time now. You got it, yeah? It's my time. It's your time now. It's Your my is time. up. You have to. Now my time. Clearly, ladies and Memorize it. ladies and gentlemen, there is no verse in the Quran that says you can marry your child. ChatGPT now. So, no, guys, are you here to help me or are you here to cause problem? ഈ ഡിബേറ്റ് ചെയ്യുന്ന അദ്നാൻ എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട്, വേർ ഈസ് ദ വേഴ്സ്, ഖുർആനിൽ എന്താണ് സ്വന്തം മകളെ കല്യാണം കഴിക്കാൻ പറ്റും എന്ന് പറയുന്ന ആയത്ത് എവിടെയാണ്, എനിക്ക് ഇപ്പോൾ വേണം, ഇപ്പോൾ കാണിച്ചതാ എന്ന് പറയുന്നുണ്ട്. കൂടെയുള്ള വേറൊരു സഹോദരൻ പറയുന്നുണ്ട്, അയാൾ ചാറ്റ് ജിപിടിയിൽ നോക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. I hope he's not paying you. Don't help him. Let him find it. If you make noise, you're helping him. Adnan, it's your time. Yeah. So ask him. So, ladies and gentlemen, he does not have this verse because this verse does not exist. We know the Quran. It's not there. These are liars. ഇവർ പറയുന്നത്, മാന്യജനങ്ങളെ, ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തില്ല, അങ്ങനെ ഒരു വചനമില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈ ചങ്ങായി നുണ പറയുകയാണ്, കള്ള നുണ പ്രചരിപ്പിക്കുകയാണ് എന്നാണ് ലണ്ടനിൽ വെച്ചിട്ടുള്ള ആ ഡിബേറ്റിനകത്ത് ഈ അദ്നാൻ എന്ന് പറയുന്ന ആള് സ്പീക്കേഴ്സ് കോർണറിൽ വെച്ചിട്ട് ആരിഫിനെ റോസ്റ്റ് ചെയ്ത് കളഞ്ഞത്. ബാക്കി കൂടെ തുടർന്ന് കേട്ട് നോക്കാം. When they say they're ex-Muslim, they want money from the BJP government, they want money from the Zionists, and they want visits, tours to Israel so that they can be given platform to talk to ignorant fools, right? Now we are talking. Show me the verse or you will apologize like a gentleman if you want. You're a kafir and not every kafir is fully evil. Okay? പിന്നെ അതിനകത്ത് പറയുന്നുണ്ട്, നീ ഒരു കാഫിറാണ്, എല്ലാ കാഫിർമാർക്കും നിന്നെ പോലെ ഈഗോ അല്ല, ദുഷ്ടന്മാരല്ല എന്നാണ് അവർ പറയുന്നത്. നല്ല കാഫിറുകളുണ്ട്, അഥവാ നല്ല പ്രിൻസിപ്പിൾസ് ഉള്ള തത്വങ്ങളുള്ള കാഫിർമാരുണ്ട്, പക്ഷെ നീ അതുപോലെ പ്രിൻസിപ്പിൾസ് ഒന്നും ഇല്ലാത്ത ഒരു കാഫിറാണ്. There are kuffar who have principles. I hope you are one of those kuffar who has principles. Now my question is, if a person you cannot prove can sleep with his mother, then why would we follow what you are following? Why would we follow when you have no moral values to offer? When you have nothing to offer in return? You're saying you're ex-Muslim, I'm a kafir, I'm a proud Zionist, I'm a proud BJP, you're proud everything. But proud Muslim. ആരിഫ് ഹുസൈൻ എല്ലാത്തിനും അഭിമാനമുണ്ട്. അഭിമാനിയായിട്ടുള്ള BJP ആണ്, അഭിമാനിയായിട്ടുള്ള എക്സ് മുസ്ലിംസ് ആണ്, അഭിമാനിയായിട്ടുള്ള കാഫിറാണ്. നിങ്ങൾക്ക് എല്ലാത്തിലും അഭിമാനമുണ്ട്. എന്നാൽ അഭിമാനിയായ നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ നിങ്ങളുടെ വിശ്വാസം പിന്തുടരണം. പക്ഷെ അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു തെളിവ് തരാനുണ്ടോ എന്നാണ് ആരിഫിന്റെ അടുത്ത് ആ ഡിബേറ്റ് ചെയ്യുന്ന ആൾ ചോദിക്കുന്നത്. ശരിയല്ലേ? ആരിഫിന്റെ കയ്യിൽ അങ്ങനെ ഒരു തെളിവില്ലെന്ന് ഇപ്പൊ നമുക്ക് ക്ലിയർ ആയി. But proud Muslim. So now you want Muslims to follow your kufr because you're kuffar. At least offer something in return. Say, yeah, we have a moral standard. Follow us. In our standard, it is haram to sleep with your mother. One more minute left. പിന്നെ പറയുന്നത്, ഞങ്ങളെ പിന്തുടരും, ഞങ്ങൾക്ക് മോറൽ വാല്യൂസ് ഉണ്ട്, ഞങ്ങൾക്ക് സ്വന്തം അമ്മയോടൊപ്പം കിടക്കുന്നത് ഹറാമാണ് എന്നൊക്കെയാണ് ആ ഡിബേറ്റ് സംവാദം ചെയ്യുന്ന ആൾ ആരിഫ് ഹുസൈന്റെ അടുത്ത് പറയുന്നത്. ആരിഫ് ഹുസൈൻ അവിടെ തല താഴ്ത്തിക്കൊണ്ട് അവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആരിഫ് ഹുസൈന് അതിനുള്ള ആൻസർ കൊടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ തല പൊക്കി പിടിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Okay, but in your standard, it's not haram to sleep with your mother because you are atheists, agnostics, right? You have no objective moral values. പക്ഷേ ആരിഫ് ഹുസൈന്റെ തത്വങ്ങൾ അനുസരിച്ച് സ്വന്തം അമ്മയോടൊപ്പം കിടക്കുന്നത് ഹറാമല്ല. കാരണം നിങ്ങൾക്ക് വസ്തുനിഷ്ഠമായ ധാർമ്മിക മൂല്യങ്ങൾ ഇല്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. No, I'm not talking to you. I'm not debating you. You have no objective values. He's gonna be looking for the verse all day. Okay. No, I'm telling the time. 30 seconds more. I want you to give us a moral standard that we can use to live a happy life. We are Muslims. We are claiming we have a moral standard. We are living happy lives. We have discipline. We have education. We have great CEOs, doctors, scientists, philosophers, kings, sultans. We have all sorts of people. ഞങ്ങൾ സന്തോഷകരമായിട്ട് നല്ല തത്വങ്ങളുള്ള മുസ്ലിമീങ്ങളാണ്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ഞങ്ങൾക്ക് ശാസ്ത്രജ്ഞന്മാരുണ്ട്, മികച്ച സിഇഒമാരുണ്ട്, ഇങ്ങനെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഞങ്ങൾക്കുണ്ട് എന്നാണ് ആ സംവാദം ചെയ്യുന്ന ആൾ പറയുന്നത്. നിങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തിൽ പിന്തുടരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. Okay, you on the other hand, what do you have to offer?
What do you have to offer? ഞങ്ങൾക്ക് സയന്റിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ രാജാക്കന്മാരുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. മറുവശത്ത് നിങ്ങൾക്ക് എന്താണ് ഓഫർ ചെയ്യാനുള്ളത് എന്നാണ് ആരിഫ് ഹുസൈന്റെ അടുത്ത് ചോദിക്കുന്നത്. ആരിഫ് ഹുസൈൻ ഒന്നും മിണ്ടുന്നില്ല, ആ ആയത്ത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആയിട്ട് ആരിഫ് ഹുസൈനെ ആ ഒരു ആയത്ത് ഖുറാനിൽ എവിടെയാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആയത്തില്ല ഖുറാനിൽ. I want to know why sleeping with one's mother is wrong, or why. Oh, you're still looking for it? It's not there. Do you need help? No. He's Hindu. It's your time now. Wait. It's his time now. So this is how you're going to debate, yeah? Online as well. Going to look on ChatGPT and stuff like that. Like a kid. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമാണോ? നിങ്ങൾ ഇതുപോലെയാണോ ഓൺലൈൻ സംവാദിക്കുന്നത്? ChatGPT അല്ലാന്നുണ്ടെങ്കിൽ ജെമിനി ഒക്കെ ഉപയോഗിച്ചിട്ടാണോ നിങ്ങൾ ഓൺലൈൻ സംവാദം നടത്തുന്നത് എന്നാണ് അതിനാന്റെ കൂടെയുള്ള ആ സഹോദരൻ ചോദിക്കുന്നത്. അപ്പൊ അപ്പുറത്തുനിന്ന് ഒരാൾ പറയുന്നുണ്ട്, ഹി ഹേറ്റ് ChatGPT, അവന് ChatGPT വെറുപ്പാണ്, ഇഷ്ടമില്ല. He hates ChatGPT. I want all Indian Muslims to spread this around India. ഐ വാണ്ട് ഓൾ ഇന്ത്യൻ മുസ്ലിംസ്. എനിക്ക് എല്ലാ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ അടുത്തും പറയാനുള്ളത് ഇത് നിങ്ങൾ ഇന്ത്യയിൽ ഫുള്ള് പ്രചരിപ്പിക്കണം എന്നാണ്. And expose these people, because Zionism makes you so evil that you become a liar and you become പിന്നെ പറയുന്നത് ഈ ആരിഫ് ഹുസൈനെ നിങ്ങൾ എക്സ്പോസ് ചെയ്ത് കളയണം എന്നാണ് പറയുന്നത്. completely mindless. This guy standing here in front of multiple cameras made a claim the Quran tells Muslims to marry their own children. I want the ayah. I want the verse right now. പിന്നെ ആരിഫ് ഹുസൈന് ഒരുപാട് മൾട്ടിപ്പിൾ ക്യാമറാസിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് പറയുന്നത് ഖുർആനിലെ ഒരു ആയത്തുണ്ട്, സ്വന്തം മകളെ കല്യാണം കഴിക്കാൻ പറ്റും എന്നുള്ള ഒരു ആയത്ത്. ഐ വാണ്ട് ദ ആയത്ത് റൈറ്റ് നോ. ആ മനുഷ്യൻ എത്ര തവണയാണ് ആരിഫിന്റെ അടുത്ത് അത് ചോദിക്കുന്നത് അറിയോ? ആരിഫിന് ഒരുപാട് സമയം കൊടുത്തിട്ടും ആ ആയത്ത് ആരിഫിന് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തൊരു കഷ്ടല്ലേ. Or you apologize. You got 1 more minute left. Got it. You got 1 more minute. He got something. He's not sure. Ask the IT team in India, help support. Ask Tel Aviv. ഇന്ത്യൻ IT ടീമിനെ വിളിച്ച് ചോദിച്ചു നോക്ക്. കളിയാക്കാണ്. അതിന് ഓപ്പോസിറ്റ് ഒരു കൗണ്ടർ കൂടെ അടിക്കുന്നുണ്ട്, കോൾ ടെല്ലവീവിൽ വിളിച്ചു ചോദിക്കൂ. ഭയങ്കരമായിട്ട് അവിടെ നിന്ന് ശരിക്കും അവിടെ എക്സ്പോസ് ചെയ്ത് കളഞ്ഞു ആരിഫിനെ. Sir, I'm Peter. Help me. All right, come on, quick guys, come on. No, ask Tel Aviv. They came all the way India for this, like a failed mission. For me, it is very clear. These guys, there is they a ask reason. questions, but they don't have answers. There's a reason why you only make noise online. When faced with a Muslim who knows his faith, you have nothing. You have nothing. You have nothing. ഇതിനകത്ത് ഇയാളൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഓൺലൈൻ സംവാദത്തിൽ ഏർപ്പെടുന്നത് അറിയുമോ? കാരണം നിങ്ങൾക്ക് നേരിട്ട് ഒരു മുസ്ലിമിനെ സംവാദിക്കാനുള്ള ഒരു തെളിവുകളും നിങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഓൺലൈൻ ഡിബേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ അദ്നാൻ എന്ന് പറയുന്ന ആൾ പറയുന്നത്. You have nothing but embarrassment, like you are being embarrassed right now. 30 seconds more. You have nothing. Wait. We've been waiting for 5 minutes now. I want to go. 30 seconds more. Then you ask again. Yeah, Never find this. Let him find the verse from the Quran where it says Muslims can sleep with their children, their daughters. He is looking for the verse. He made this claim. Hold on. You know these people. This is not a joke. I want everyone to listen. This is not a joke. These people, these evil people, Zionists and BJP apologists, they make these claims online to hundreds of millions of Indians, and they make these people hate Muslims. ഈ ഡിബേറ്റ് ചെയ്യുന്ന ആൾ പറയുന്നുണ്ട്, ഞാൻ ഇതൊരു ജോക്ക് പറയുന്നതല്ല, കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഓൺലൈനിലൂടെ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു എന്നാണ് അദ്നാൻ പറയുന്നത്. എന്നിട്ട് അവർ ഈ ആളുകളെ കൊണ്ട് മുസ്ലിമുകളെ വെറുപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. These people cause all gullible Indian masses to hate Muslims because of their lies. But when we confront them, when we challenge them, there is nothing. So I am appealing to the Indian people. എന്നാൽ അവരെ നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ഒരു തെളിവുകളും ഇല്ലെന്നാണ് അദ്നാൻ അവിടെ കട്ടക്ക് പറയുന്നത്. The Indian masses don't believe these liars. My time is already up. അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ ജനങ്ങളോട് പറയുകയാണ്, ഈ നുണ പറയുന്ന ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ളവരെ നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് പറയുന്നത്. No, ask another question. No problem. He's not answering. He's busy looking for the ayah. Maybe ask him about why Okay. Zionists who commits genocide. Okay. We have to go home, man. Which is worse than anything. Next point now I'm going to make in my time. He doesn't have the ayah. He's pretending that he has something. I know there is no ayah. I know there is no verse in the Quran. Now that is clear.
does he have the shame? And I know he doesn't. Hashim. He doesn't have the shame to apologize. He will not, because he's a Zionist. ഈ അദ്നാൻ എന്ന് പറയുന്ന ആൾ പറയുന്നുണ്ട് ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തില്ല, അതിപ്പോൾ വ്യക്തമായ സ്ഥിതിക്ക് അവൻ അതിന് നാണമുണ്ടോ, അവൻ അതില്ല എന്ന് എനിക്കറിയാം എന്നാണ് ഡിബേറ്റ് ചെയ്യുന്ന ആൾ പറയുന്നത്. he does not have shame to apologize എന്ന് പറയുന്നത്, ക്ഷമ ചോദിക്കാനുള്ള നാണം പോലും അവനില്ല, ആരിഫ് ഹുസൈൻ ഇല്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. Zionists are some of the most evil people on the planet Earth. They are child killers. People who sympathize with them and agree with them are apologists for child killing. Zionists are liars. So is he. His teachers are Zionists. That's why he cannot find that verse in the Quran that he claimed is there. Now, why is he like this? Why is he like this? പക്ഷേ ഇവൻ എന്താ ഇങ്ങനെ? ഇപ്പോൾ അവൻ വോയിസ് നോട്ടുകൾ കേൾക്കുകയാണ് സുഹൃത്തുക്കളെ. He's like this. Okay, he's gonna now listen to voice notes. So, no, brother, you're gonna be famous tonight in India, inshallah. You're gonna be famous. ബ്രദർ സഹോദര, ഇന്ന് രാത്രി നിങ്ങൾ ഇന്ത്യയിൽ ഫേമസ് ആവും എന്നാണ് അതിനാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇന്ത്യയിൽ ഇപ്പോ ഫേമസ് ആയിട്ടുണ്ട്. ലണ്ടൻ മണ്ടൻ എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. You are literally a joke. You're gonna be famous tonight. No, you're gonna be famous. Don't worry. We will get All the Muslims in India. All the Muslims in India. All the Muslims in India. ഇന്ത്യയിലെ എല്ലാ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഇയാളെ ആരിഫ് ഹുസൈനെ കാണുമ്പോൾ എല്ലാം ചോദിക്കണം, ഖുർആനിൽ എവിടെയാണ് ആ ആയത്ത് എന്ന് നിങ്ങൾ ചോദിക്കണം. ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങൾക്കെതിരെ വിദ്വേഷം ഉണ്ടാക്കിയതിന് അവരോട് മാപ്പ് ചോദിക്കുന്നതുവരെ ഇയാളെ വെറുതെ വിടരുത് എന്നാണ് ഈ അദ്നാൻ പറയുന്നത്. Every time you see this guy, ask him for the ayah. Ask him for the verse. Do not leave him alone until he apologizes to all the Muslims of India for causing hatred against them. Because people like him are being paid by the Zionists from Israel to spread hatred against Muslims in India. The BJP and the Zionists work together to hate Muslims and spread hatred against Muslims in India. You, the Indian Muslims, be proud of your faith and don't be intimidated by individuals like this. Always challenge them. പിന്നെ അയാൾ പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിമീങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തിൽ അഭിമാനിക്കുക, ഇത്തരത്തിലുള്ള ആരിഫ് ഹുസൈനെ പോലെയുള്ള ആൾക്കാരെ കണ്ടിട്ട് നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ പേടിക്കരുത് എന്നാണ് അതിനാൻ പറയുന്നത്. എല്ലായ്പ്പോഴും നിങ്ങൾ അവരെ വെല്ലുവിളിക്കുക. പിന്നെ പറയുന്നത് ഭാഗോ ഓടിക്കോ. Bhago. Adnan, why do the Zionists eat Gai Mata? Why do they eat Gai Mata? They don't care. Gau Mata. They eat the cow, which is sacred to BJP. Adnan, what he Why do they just said eat is Adnan, what he just There's said no is ayah. അതിലെ ആയത്തുകളൊന്നുമില്ലല്ലേ, സൂക്തങ്ങൾ വചനങ്ങളോ ഒന്നുമില്ലല്ലേ എന്ന് ആരിഫിന്റെ അടുത്ത് അവർ ചോദിക്കുന്നുണ്ട്. There's no ayah. Yeah? There's no verse. Why are you running away? There is no verse. Find it. apologize. Find it. I'll wait. I will wait. അപ്പൊ അവര് പറയണ്ടേ അത് കണ്ടുപിടിക്കുക. അപ്പൊ ആരിഫ് ഹുസൈൻ പറയണ്ടേ അല്ല ഞാൻ മാപ്പ് പറയാം, അത് കണ്ടുപിടിക്കുക, ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം എന്ന് അവർ പറയുന്നുണ്ട്. Once this video is out. Wait. Even AI is not helping you. Once this Even AI is not helping you. I'm Roman and my internet is down. What's your That's name? the only problem. What's your name? You don't know my name. No, I don't know. What's his name? No problem. AI പോലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ലെന്നാണ് അതിനാൻ പറയുന്നത്. What's his name? Once I upload He this said video, Arif earlier. you can watch. I told you this Arif. before. Arif. All the information and all the evidence will be there online. No. You're going to cut up the videos, and then you're going to go that's there. what he just said. No. Right here. Right here. Look at you. Your excuse the internet. I'll give you internet. How about that? I won't. Your No, we excuse have the internet. I'll give you Here, my phone. My phone. I'll give you internet. I will show you No excuses now. on screen. My phone. We are not going to watch your channel. On screen it will be there. Internet. No problem. Take half an hour break and അപ്പൊ ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട് എന്റെ ഇന്റർനെറ്റ് സ്പീഡ് ഇല്ല, സ്ലോ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഉള്ള ആൾക്കാർ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ എന്റെ ഫോൺ തരാം, എന്റെ ഇന്റർനെറ്റ് എടുത്തു എന്ന് പറയുന്നുണ്ട്. എത്ര ആൾക്കാരാണ് ആരിഫിന് ഫോൺ നീട്ടി കൊടുത്തത്? ആരിഫ് ഹുസൈന്റെ ആ കള്ളത്തരങ്ങൾ പൊളിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ആരിഫ് ഹുസൈൻ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാവല്ല പരിപാടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. find the ayah, then come back. His friend is telling him, भाग निकल वो बॉर्डर से निकल भाई. അവന്റെ കൂട്ടുകാരൻ അവനോട് പറയാണ് ഓട്. What he भैया just said निकल is- यहाँ what से he भैया just said निकल. is he's gonna cut it. He's gonna give you an explanation नहीं, of the नहीं. video later on. I don't want that one. He's gonna give you half an hour. He's gonna give you half Next an hour. time, ex-Muslims Find the ayah, self-imposed come back kafir, here right do now. not make challenges you can't keep. He challenged Adnan that he's going to ask this question, and then he has no answer, no evidence. So All he has to do is like the normal haters, नहीं make claim and run away. अभी मैं हिंदी में बोलूंगा सारे इंडियन मुस्लिम्स के लिए.
कि ये बंदा जो अपने आप को जो बंदा अपने आप को काफिर कहता है और मुसलमानों के खिलाफ नफरत फैलाता है झूठ बोल के, कि कुरान में आयत है जो बोलती है, जो कहती है कि आप अपनी बच्चियों के साथ शादी कर सकते हैं। मैंने इसको बोला आयत निकालो कुरान से, और आयत नहीं निकल रही इससे। ये पिछले 10 मिनट से आयत ढूंढ रहा है कुरान की, इसको मिल नहीं रही, तो इसने झूठ क्यों बोला? हम इसको बोल रहे हैं माफी मांगो मुसलमानों से, क्योंकि तुम मासूम लोगों को झूठ बोल के उनके दिलों में मुसलमानों के लिए नफरत डालते हो। ये बोल रहा था कि मैं प्राउड ज़ायनिस्ट हूं, मैं प्राउड बीजेपी हूं। ये लोग मिलकर काम करते हैं ज़ायनिस्ट के साथ ताकि मुसलमानों के खिलाफ इंडिया में नफरत फैलाई जाए। मैं इसको बोल रहा हूं कि मुसलमानों से माफी मांगो। और ये झूठा इंसान जिसने झूठ बोला, इतने इसको असल में इससे पहले इसको ऐसा चैलेंज मिला नहीं, इससे पहले इसको ऐसा चैलेंज मिला नहीं। आज इसने गलती की, स्पीकर्स कॉर्नर लंदन आ गया। ये समझ रहा था मैं यहाँ के अपने झूठ बोलूंगा, मैं बकवास करूंगा और मुझे कोई चैलेंज नहीं करेगा। അപ്പൊ ഗൈസ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തില്ല. കാരണം മദ്രസയിൽ 10ാം ക്ലാസ് വരെ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരാളും പഠിപ്പിച്ചു തന്നിട്ടില്ല. ഒരു കിതാബിലും ഒരു പുസ്തകത്തിലും ഇതുപോലെയുള്ള ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു വചനമോ ഇല്ല എന്നുള്ളത് നമുക്ക് 100% ഒരു മുസ്ലിം വിശ്വാസിക്ക് അറിയും എന്നുള്ളതാണ്. മുസ്ലിമായിട്ട് ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ എക്സ് മുസ്ലിംസിന്, ഇതുപോലെയുള്ള നിരീശ്വരവാദികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഒരു മുസ്ലിമിന്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ കഴിയില്ല. മാത്രമല്ല ഖുർആനിൽ ഇത്തരത്തിലുള്ള ഒരു ആയത്തേ ഇല്ല. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെയൊക്കെ അവസ്ഥ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത് മുസ്ലിമുകളോട് മാത്രമല്ല, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഹിന്ദുക്കൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? ക്രിസ്ത്യാനികൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? മുസ്ലിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ഫാദർ അല്ലെങ്കിൽ ഒരു അച്ഛൻ, ഒരു പിതാവ്, ഒരു വാപ്പ സ്വന്തം മോളെ കല്യാണം കഴിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ കേരളത്തിലൊക്കെ എത്ര കല്യാണങ്ങൾ നടന്നിട്ടുണ്ടാവും? ആരെങ്കിലും പെണ്ണ് തിരയാൻ പോവോ? ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോറൽ വാല്യൂസും ഇല്ലാത്ത ആൾക്കാർ പറയുന്ന ഓരോരോ മണ്ടത്തരങ്ങളാണ്. ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ നിങ്ങൾ വിശ്വസിക്കരുതെന്ന് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നത് ഹിന്ദുക്കളിൽ ഗീത എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ക്രിസ്ത്യാനികളുടെ ബൈബിളിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. മുസ്ലിമുകളെ ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം, കാരണം ഞാൻ ഒരു മുസ്ലിമാണ്. ഞങ്ങളെ മതത്തിലോ അല്ലെങ്കിൽ ഞങ്ങളെ മതം പഠിപ്പിക്കുന്ന ഓരോ സെന്റേഴ്സിലും കേരളത്തിൽ എത്രയോ വിദ്യാഭ്യാസ സ്ഥലങ്ങളുണ്ട്, ഈ മതപരമായിട്ട് നടത്തുന്ന സ്ഥലങ്ങൾ. അവിടെയൊന്നും ഒരു ഉസ്താദ്മാരും ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സും ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല. വേറെ ഒരു മതത്തിലും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്റെയും വിശ്വാസം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാനും ആലോചിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഓരോരോ കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. ഇത്തരക്കാരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഇൻഫ്ലുവൻസ് ആവുകയും നമുക്ക് അത്തരത്തിലുള്ള തോട്ട്സും അത്തരത്തിലുള്ള ആ ഒരു പ്രേരണയൊക്കെ വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുകയോ ഇതിൽ മോട്ടിവേറ്റ് ആവുകയോ ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.